ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ എല്ലാവരും ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു, ഡേയ്സ് ഇൻ മൈ ലൈഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. UAE ഇസ്ലാമിക് ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അലങ്കാരമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് അടുപ്പിച്ച് 3 ദിവസം ലീവ് കിട്ടി. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസന് കേട്ടാ, എനിക്ക് പിന്നെ എല്ലാ ദിവസവും ലീവും വർക്കിങ്ങും ഒക്കെ ആണല്ലോ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, വൈകുന്നേരം പുറത്തേക്ക് പോയി ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ജോക്കുട്ടൻ ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടാ. അവന് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട് പുറത്തേക്കൊക്കെ വരാനായിട്ട്. സാധാരണ അവനാണ് പറയാറ്, അപ്പ നമുക്ക് പുറത്തേക്ക് പോയാലോ. പക്ഷേ ഇന്ന് നേരെ തിരിച്ചായി, ഇന്ന് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പയ്യന്നൂരിൽ നിന്ന്, അതായത് നമ്മുടെ ഷാബിയയിലത്തെ പയ്യന്നൂരിൽ നിന്ന് നമ്മൾ കാളാഞ്ചി ഫിഷ് മന്തി ആട്ടോ നമ്മൾ മേടിച്ചത്. ഒരു രക്ഷയില്ല, ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപാര ടേസ്റ്റ് തന്നെയാട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം, മസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, കാരണം ഇതിപ്പോൾ നമ്മൾ 2ാമത്തെ തവണയാണ് നമ്മൾ മേടിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം ഇതിക്കും മുന്നും ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നമ്മൾ ഫുഡ് മേടിച്ചിട്ടേ വരൂ, അത് വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. ജോക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ വീട്ടിലെത്തി. ജോക്കുട്ട എന്ന് വിളിക്കുന്നുണ്ട് അപ്പൻ. അങ്ങനെ ജോക്കുട്ടൻ ഫുഡൊക്കെ ഓപ്പൺ ചെയ്തപ്പോൾ സത്യം പറയാലോ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം അത്രയും വലിയ ഫിഷായിരുന്നു. ഇത്രയും വലിയ ഫിഷാവുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മൾ പയ്യന്നൂർ റെസ്റ്റോറൻറ്റ് പോയപ്പോൾ അവിടെ ഇരുന്നാണ് നമ്മൾ കഴിച്ചത്. ഇനി ആരും കമൻ്റ് ഇടരുത്, സാധാരണ ആൾക്കാർ നിന്നിട്ടാണല്ലോ കഴിക്കാറ് എന്നുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഒന്ന് വേറെ ആട്ടാ. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ പുറകെ സത്യക്രിസ്താനിക്ക് കുപ്പിലാണ്ട് എന്ത് ആഘോഷം എന്ന് പറയുന്ന പോലെയാ. അയർലൻഡിന്റെ സാധനമാണ് സിൽക്കി എന്ന പേര്. സിൽക്കി 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 ദിസ് ലെജൻഡറി സിൽക്കി ഐറിഷ് വിസ്കി പ്രൊഡക്റ്റ് ഓഫ് അയർലൻഡ്. കണ്ടിട്ടാരും പേടിക്കണ്ടാട്ടാ. ഇത് അപ്പടി കുടിക്കുന്നില്ല, ഞാൻ വല്ലപ്പോഴും നിർത്തിയോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു ക്ലീനിങ് ഡേ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം വീടിൻ്റെ വിൻഡോ ഒക്കെ ആകെ എന്തോ പൊടി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാനൊരു ക്ലിയർ ഇല്ലാത്തോണം. അപ്പോൾ പിന്നെ ചേട്ടനോട് ഒന്ന് പറഞ്ഞു അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ട് ക്ലീൻ ചെയ്യുന്നില്ല, എൻ്റെ കയ്യെത്തണ്ടേ, എനിക്ക് അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല. അങ്ങനെ കുഞ്ഞി വരെ അപ്പൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ആ വൈപ്പർ മേടിച്ച് കിട്ടാനായിട്ട് പേടാപ്പാട് പെട്ടെന്ന് പറയാലോ, തരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജോക്കുട്ടൻ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കിയും കണ്ടിട്ടൊക്കെ. പ്ലെയിൻ അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിള്ളേരെ കൂട്ടിയിട്ട് ഒന്ന് പാർക്കിൽ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അൽഖുറം യാർഡ് പാർക്കിലേക്ക് എത്തിയിട്ടാ. ഇത് നമ്മുടെ പൈനാപ്പിൾ ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഈ പാർക്ക് വരുന്നത്. പക്ഷെ നമുക്ക് അധികം നേരം ഒന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് നേരം നടന്നപ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, ഒരു പുഴുക്കം പോലെയായിരുന്നു. ആ ചൂട് നമുക്കങ്ങനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ആ ഒരു ചെറിയൊരു ഒരു മാറ്റമൊക്കെ കാണുമല്ലോ നമുക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ. അതുകൊണ്ട് അവൻ അത്ര വലിയ ഹാപ്പിയൊന്നും ആയിരുന്നില്ല. ജോക്കുട്ടിന് അവിടെ കുറച്ച് നേരം കൂടി കളിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അവൻ്റെ അടുത്ത്, നമ്മളിവിടെ ഇരിക്കാൻ നീ കളിച്ചോളാൻ പറഞ്ഞു. അതും അവനും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് പോവാന്നുള്ള ഒരു പ്ലാനിങ് തന്നെയായിരുന്നു നമ്മൾ. പാർക്കൊക്കെ വലിയ പാർക്കാണ് കേട്ടോ. അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന പാർക്ക്. എത്ര വേണമെങ്കിലും നമുക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. ചൂട് മാത്രമാണ് താങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കൂടി അവിടെ കുറച്ച് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ പോവുള്ളായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞി പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിക്കാണെന്നുണ്ടെങ്കിൽ പൂച്ചേനെ കണ്ടാലും പക്ഷീനെ കണ്ടാലും കാക്കനെ കണ്ടാലും പ്ലെയിൻ്റെ വരെ കണ്ടാലും ഒക്കെ മീമിയാണ് അവന്. മിമി മിമി എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ വരില്ലേ,
അതുപോലെയായിരുന്നു. പിന്നെ നമുക്ക് വിശപ്പായി. അപ്പം പിന്നെ ജോക്കുട്ടിനോട് ചോദിച്ചു, ജോക്കുട്ടൻ നിനക്ക് എന്തിട്ടാ വേണ്ടേ? അപ്പം അവൻ സ്ഥിരം ഡയലോഗ് അവൻ്റെ, ഒന്നല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ KFC. അത് വിട്ടിട്ട് അവന് വേറെ കളിയില്ല. അപ്പം അങ്ങനെ അവന് മാത്രമായിട്ട് ഞങ്ങൾ ബർഗർ മേടിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ. അവന് മാത്രം ബർഗർ മേടിച്ച് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ബർഗറും KFC ഒക്കെ ഇങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ എന്താ പറയുക, ബീഫും പൊറോട്ടയും ഒക്കെ കഴിച്ചാലല്ലേ നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോയത് നേരെ നമ്മുടെ വഴിയോരത്തേക്ക് ആട്ടോ. വഴിയോരം വിട്ടിട്ട് ഒരു കളിയില്ല എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അവിടുത്തെ മെയിനായിട്ട് നമ്മുടെ ബീഫ് ഐറ്റംസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ ഓർഡർ ചെയ്ത് നമ്മുടെ ബീഫും പൊറോട്ടയും. ചേട്ടന് അപ്പം മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പം ഓർഡർ ചെയ്തു. അങ്ങനെ കൂട്ടത്തിൽ 2 ചായയും ഒക്കെ മേടിച്ച് കഴിച്ച് എന്ത് ടേസ്റ്റാണെന്നറിയോ. നിങ്ങൾ ആരെങ്കിലും അബുദാബിയിലുണ്ടെങ്കിൽ നമ്മുടെ ഷാബിയ വഴിയോരത്ത് വന്നിട്ട് ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ നിന്ന് വന്ന് കഴിക്കാനേ തോന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് നമ്മളെല്ലാം കടയിൽ കയറി ഇറങ്ങി നടക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ മനസ്സിന് പിടിക്കുന്ന ഐറ്റം കൂടി വേണ്ടേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കണ്ണിൽ പെടുന്ന കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് മേടിക്കണം എന്ന് തോന്നും, പക്ഷേ നടക്കില്ല. പക്ഷെ നമുക്ക് അന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. കാരണം 3 ദിവസം ഹോളിഡേയ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഫുൾ പുറത്ത് തന്നെയായിരുന്നു. അതായത് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ പുറത്ത് തന്നെയായിരുന്നു. കുഞ്ഞിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാട്ടോ. അവന് ചെറുതായിട്ടൊരു സ്റ്റൊമക് ട്രബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവനും കൂടി ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവർക്കും സിമ്പിൾ ഫുഡ് മതിയെന്നായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി സിമ്പിൾ ഫുഡ് അടിച്ച് വീട്ടിൽ വന്നു. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീർന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.